വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥർ ഹരിത ചട്ട ലംഘനമുണ്ടോ എന്ന് നിരീക്ഷിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ശുചിത്വ മിഷനാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിത മാനദണ്ഡ പരിപാലനത്തിന് പ്രത്യേക ചാർജ് ഓഫീസർമാരെ നിയമിച്ചിരുന്നു. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഇവർക്ക് പല ഘട്ടങ്ങളിലായി പരിശീലനം നൽകി. പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷനുകളിലും പാലിക്കേണ്ട ഹരിതചട്ടങ്ങളെക്കുറിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഹരിതചട്ട ലംഘനങ്ങൾ നിരീക്ഷിക്കാൻ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചാർജ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. പരിസ്ഥിതിക്ക് ദോഷകരമായ വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക, മാലിന്യം കുറയ്ക്കുക, മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടപ്പാക്കുക എന്നിവയാണ് ഹരിതചട്ടത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യരഹിത തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ നോഡൽ ഓഫീസർമാരുടെ ഇടപെടലിന് പുറമെ പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശങ്ങളിൽ ഹരിതചട്ടം നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ വിമൽരാജ്, ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസറായ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് ഹർഷൻ, ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ ഷിനോജ് മാത്യു, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട്ടിൽ ഹരിത പെരുമാറ്റച്ചട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.